ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ചമ്പൻ കോളനിയിൽ എല്ലാ പോലീസ് സന്നാഹങ്ങളും വളഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ ന്യൂസിൽ ഇങ്ങനെ പറയുകയാവും. മായേച്ചി ഇത് നന്ദയ്ക്ക് കാണിച്ചു കൊടുക്കും. നോക്കൂ നന്ദ, നിൻ്റെ ഗൗതം സാറ് എന്ന് പറയും. അയ്യോ ഈശ്വര, എൻ്റെ ഗൗതം സാറ് എന്നൊക്കെ പറയും. എന്നിട്ട് ന്യൂസിൽ തന്നെ പറയും, മുമ്പ് ഇതേപോലെ ഒരു ദൗത്യത്തിൽ 2 പോലീസുകാരെ വെടിവെച്ച് കൊന്നിട്ടാണ് അയാൾ വിദേശത്തേക്ക് കടന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നന്ദയ്ക്ക് ആകെ പേടിയാവും. ഈശ്വര, എൻ്റെ ഗൗതം സാറ് എന്നൊക്കെ പറയും. അതുപോലെ ഇന്നീവരത്തിലും എല്ലാവരും പേടിച്ചിട്ട് നീറ്റ് നിൽക്കും. പിന്നെ നന്ദ കാണിക്കുമ്പോൾ നെറ്റ്വർക്ക് സ്ലോ ആവും. അയ്യോ ഇതെന്താ പറയും. അപ്പം മായ പറയും, ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്, നെറ്റ് ഉണ്ടാവില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം എന്നൊക്കെ പറയും. അപ്പം നന്ദ ചോദിക്കും, പിന്നെ എന്ത് ചെയ്യും, ഗൗതം സാറിൻ്റെ വിവരം അറിയണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പം മായ പറയും, വേറെ ഒരു വഴിയുമില്ല, നിൻ്റെ ഗൗതം സാർ അയാളെ വിലങ്ങ് വെച്ച് ഹീറോ ആവും, ദൈവത്തിനോട് നീ പ്രാർത്ഥിച്ച് കിടന്നോളൂ എന്നൊക്കെ പറയും. പിന്നെ ആകെ വെടിയുണ്ടകളുടെ ഒച്ചകളൊക്കെ കാണുക. ഇന്നീവരത്തിലെ എല്ലാവരും ഇത് ന്യൂസിൽ ഇങ്ങനെ കാണും, വെടിയുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് ന്യൂസിൽ പറയും ACP ഗൗതം മഹേശ്വരന് വെടിയേറ്റുന്നു. അപ്പോൾ ഇന്നീവരത്തിലെ എല്ലാവരും അയ്യോ ഗൗതം, അയ്യോ എൻ്റെ ഗൗതം മോനെ എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി ഇരുന്ന് കരയാൻ തുടങ്ങും. പവിത്ര, നമ്മുടെ മോൻ പവിത്ര, എൻ്റെ മോൻ എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മിയോട് വല്യമ്മ പറയും, ഒന്നുമില്ല ലക്ഷ്മി, ഒന്നുമില്ല, നമ്മുടെ ഗൗതം മോൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വല്യമ്മ ആശ്വസിപ്പിക്കും ലക്ഷ്മിയെ. ഇത് കാണുന്ന പിങ്കി കരച്ചിലാവും. പിങ്കി ഇരുന്ന് കരയുന്നുണ്ടാവും. പിന്നെ കാണിക്കുക ഹോസ്പിറ്റലിൽ ഗൗതമിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നീട് കാണിക്കും നന്ദ സ്വപ്നത്തിൽ ചാടി എണീക്കുന്നു. ഗൗതം സാർ എന്ന് വിളിച്ചിട്ട് എണീക്കും. എന്നിട്ട് വെള്ളം കുടിക്കും. എന്നിട്ട് കഴുത്തിൽ താലി നോക്കും. അപ്പോൾ പക്ഷെ താലി കാണുന്നുണ്ടാവില്ല. തലേനയുടെ അടിയിലൊക്കെ നോക്കുമ്പോൾ കാണാൻ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് നോക്കിയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഗൗതം സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കാവും. ADGPനെ വിളിക്കും. അപ്പോൾ ADGP സാർ പറയും, അപ്പോൾ ADGPയോട് നന്ദ പറയും, സാർ ഞാൻ അളകനന്ദയാണ്, ACPയുടെ വൈഫാണ് എന്നൊക്കെ പറയും. അപ്പോൾ ADGP മോളെ നന്ദ, അപ്പോൾ സാർ എൻ്റെ ഗൗതം സാർ എവിടെ ചോദിക്കും. ഗൗതം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പറയും. മോളെ നന്ദ, നീ നല്ല വിൽ പവറുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മോൾ അനുസരിക്കുമല്ലോ എന്നൊക്കെ പറയും. സാർ എന്താ പറയുന്നത്, സാർ എൻ്റെ ഗൗതം സാർ എവിടെ ചോദിക്കും. അപ്പോൾ ഈ ഒരു മിഷനിൽ തൻ്റെ ഗൗതം സാറിന് ഒരു ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, ചെറിയൊരു വെടിയേറ്റു എന്നൊക്കെ പറയും. ഇപ്പോൾ ഹോസ്പിറ്റലാണ്, കുഴപ്പമൊന്നുമില്ല പറയും. ഇത് കേൾക്കുന്ന നന്ദ ആകെ വല്ലാണ്ടാവും, കരച്ചിലാവും. പിന്നെ പോലീസ് ഹലോ ഹലോ വിളിക്കുക, അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. പിന്നെ കാണിക്കുക നന്ദ അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ കരയും. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഇന്നീവരത്തിലുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തും. അപ്പോൾ ലക്ഷ്മി ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാവും. മോഹിനി ഏടത്തി കരയല്ലേ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ലക്ഷ്മി പറയും, എൻ്റെ മോനെ എനിക്ക് കാണണം, എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറയും. അപ്പോൾ അരുണ അവിടെ വരും. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ അല്ലേ വല്യമ്മേ, ഒന്നും ആരെയും അകത്ത് കയറ്റില്ല എന്നൊക്കെ പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ADGP വരുന്നത്. എന്നിട്ട് ഗൗതമിൻ്റെ അപ്പോൾ പറയും, ഗൗതമിൻ്റെ അച്ഛനാണ് പറയും, ഞാൻ ADGP. അപ്പോൾ പേടിക്കേണ്ട ഒന്നുമില്ല, ഇടത്തെ തോളിലാണ് വെടിയുണ്ട ഏറ്റിരിക്കുന്നത്, പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പിങ്കി പറയും, ഗൗതത്തെ കാണാൻ പറ്റുമോ സാർ പറയും. അപ്പോൾ ഇല്ല, റൂമിലേക്ക് മാറ്റിയാൽ കാണാൻ സാധിക്കും എന്നൊക്കെ ADGP പറയും. എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് പറയും, മദറാണോ ചോദിക്കും. വിഷമിക്കാതെ, സർജറി കഴിഞ്ഞാൽ കാണാൻ പറ്റും പറയും. അപ്പോൾ അച്ഛൻ പറയും, എൻ്റെ മോൻ സാറേ പറയും. അപ്പോൾ അറിയാലോ, ജഗനന്ദൻ എന്ന ആളിനെയാണ് വെടിവെക്കാൻ പോയത്, പക്ഷേ ഗൗതത്തിന് വെടിയേറ്റു, കുഴപ്പമില്ല, അതൊക്കെ വക വരുത്തിയിട്ട് അവൻ അയാളെ വെടിവെച്ചു, അയാളുടെ കഴുത്തിന് ബാക്കിലേക്കാണ് വെടിവെച്ചത്. എന്തായാലും അയാൾ ഇവിടെ എവിടെ നിന്നും നാട് വിട്ടിട്ടുണ്ടാവില്ല, ഞങ്ങളുടെ കേരള പോലീസിൻ്റെ വലയിൽ തന്നെ വീഴുമെന്നൊക്കെ പറയും. എന്നിട്ട് ADGP പറയും, ഞങ്ങൾക്കൊരു ഹോം മിനിസ്റ്ററുടെ മീറ്റിംഗ് ഉണ്ട്, എന്തായാലും പെട്ടെന്ന് ചെല്ലണം. എന്നിട്ടൊരു പോലീസുകാരനോട് പറയും, ഇവർക്ക് എന്താവശ്യം വന്നാലും സാധിച്ചു കൊടുക്കണം എന്നൊക്കെ, ഒരു കുഴപ്പം വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ADGP പോവും. പിന്നെ കാണിക്കുക പിങ്കി ലക്ഷ്മി കരയുന്നത് ഇങ്ങനെ നോക്കും. അപ്പോൾ ലക്ഷ്മി പറയും, മോനെ, എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാവും. ഇത് കാണുന്ന പിങ്കിക്ക് ഭയങ്കര സങ്കടമായിട്ട് പിങ്കി നിന്ന് കരയും. അപ്പോഴാവും അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ കടന്നു വരുന്നത്. അപ്പം അങ്ങനെ അച്ഛൻ ഇങ്ങനെ നോക്കും. എന്നിട്ട് നന്ദയോട് പറയും, എങ്ങോട്ടാടി ഈ വരുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, അച്ഛാ പ്ലീസ് പ്ലീസ്, എനിക്ക് ഗൗതം സാറിനെ ഒന്ന് കാണണം, ഞാൻ കണ്ടിട്ട് പൊക്കോളാം എന്നൊക്കെ പറയും. ഇത് കാണുന്ന പിങ്കിക്ക് ദേഷ്യം വരും. അപ്പം മോഹിനി ഏടത്തിനെ വിളിക്കും. ഏടത്തി, അവൾ വന്നിട്ടുണ്ട്, ആ നന്ദ ഒരു മടിയില്ല അവൾക്ക്, അവളെ ഞങ്ങൾ കാണിക്കാൻ സമ്മതിക്കില്ല, ഏട്ടൻ അവളെ തടയുന്നുണ്ട് എന്നൊക്കെ പറയും.
അപ്പോൾ അച്ഛൻ നന്ദോട് പറയും, ഇവിടെ വെച്ചല്ല എവിടെ വെച്ച് നിന്നെ ഞാൻ കാണിക്കില്ലേ, പൊക്ക ഇവിടുന്ന് എന്നൊക്കെ പറയും. അപ്പം നന്ദ പറയും, ഇതാരുടെയും കുടുംബസ്വത്തല്ല, ഇതൊരു ഹോസ്പിറ്റലല്ല, ഞാൻ കാണും, ഞാൻ കണ്ടിട്ടേ പോകൂ എന്നൊക്കെ പറയും. അപ്പം മോഹിനി ഓടി വന്നിട്ട് പറയും, എടി ദ്രോഹി, ബോധം പോലും ഇല്ലാത്ത ഇവിടെ വന്നിട്ടാണോ നീ ലഹളയ്ക്ക്, അവിടെയും അവന് സമാധാനം കൊടുക്കില്ല, ഇവിടെയും ഒരു ലഹളയ്ക്കാണോ വന്നിരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പറയും, ചെറിയമ്മേ പ്ലീസ്, ഞാനൊരു ലഹളയ്ക്ക് വന്നതല്ല, ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, മഹിയേട്ടാ, നന്ദ അവൻ്റെ ഭാര്യയാണ്, അവളോട് ഇങ്ങനെ ഒന്നും പറയല്ലേ എന്ന് പറയും. അപ്പം അച്ഛൻ പറയും, ലക്ഷ്മി നീ ഇതിൽ ഇടപെടണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് അച്ഛൻ പറയും, എന്നാലും ഞങ്ങളുടെ ഏടത്തിയെ അപമാനിച്ച അണക്ക് ഒരു ഉളുപ്പുമില്ലല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കയറി വന്നിരിക്കണോ എന്നൊക്കെ പറയും. അപ്പം നന്ദ പറയും, അന്ന് ആ കുടുംബത്തിൽ സംഭവിച്ചതിനെ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്കാർക്കും ഒരർഹതയുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പറയും. എന്നിട്ട് നന്ദ പറയും, അത് സംസാരിക്കേണ്ട ഒരു ഇടവുമല്ല ഇത്, വീണ്ടും വീണ്ടും അത് കുത്തിപ്പൊക്കിയാൽ ഞാൻ മറുപടി പറയും, നിങ്ങൾക്കൊക്കെ അത് മുഖം മറച്ച് നടക്കേണ്ടി വരും എന്നൊക്കെ നന്ദ പറയും. അപ്പോൾ പിങ്കി പറയും, നന്ദ നീ മടങ്ങിപ്പോ, നിനക്ക് ഗൗതത്തെ കാണാൻ പറ്റില്ല, അതിന് ഇവിടെ ആരും സമ്മതിക്കില്ല, ഈ ഗൗതത്തെ കാണാൻ മാത്രമല്ല ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് പോലും നിനക്ക് നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് പിങ്കി പറയും. അപ്പം നന്ദ പറയും, അതെന്താ പിങ്കി, അതെന്താ പിങ്കി, നീ ഗൗതം സാറിനെ കാണാതിരിക്കാൻ നീ ഹോസ്പിറ്റലിൽ വിലക്ക് വാങ്ങിയോ ചോദിക്കും. അപ്പോൾ മോഹിനി പറയും, ഗൗതത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയുള്ളൂ, നിന്നെ ആ കുടുംബത്തിൽ നിന്ന് ഗൗതം തന്നെ ആട്ടി പുറത്താക്കിയതല്ലേ, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ മോഹിനി ചോദിക്കും. അപ്പം നന്ദ പറയും, ഒരു പേഷ്യൻറ്റിനെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നോ ചോദിക്കും. അപ്പോൾ പിങ്കി പറയും, നീ കാണാൻ ആഗ്രഹിച്ച ആൾ തന്നെയാണ് നിന്നെ ആട്ടി പുറത്താക്കിയത്, അതുകൊണ്ട് നിന്നെ കാണാൻ ഞങ്ങൾ സമ്മതിക്കില്ല പറയും. ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് ദേഷ്യം വരും. പിങ്കി ചോദിക്കും, പിന്നെ എന്തിൻ്റെ അവകാശത്തിൻ്റെ പേരിലാണ് നീ ഇങ്ങോട്ട് വന്നേ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ ഇടയിലും എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ നീ അതിന് ടെൻഷൻ ആവേണ്ട പിങ്കി, അതിൻ്റെ പരിഹാരങ്ങൾക്ക് ഞങ്ങൾ തന്നെ പരിഹാരം കണ്ടോളാം, അതിൽ കയറി പറ്റാൻ നീ ശ്രമിക്കേണ്ട എന്ന് പറയും. അപ്പോൾ അവിടേക്ക് നേഴ്സ് വരും, സൈലൻ്റ് പറയും. അപ്പോൾ ഡോക്ടറും ഉണ്ടാവും. അപ്പോൾ പിങ്കി, ഡോക്ടർ എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പോൾ ഡോക്ടർ, വൈഫാണല്ലേ പറയും. അപ്പോൾ പിങ്കി, അത് ഗൗതത്തിന് എങ്ങനെയുണ്ട് പറയും. അപ്പോൾ സോറി മോളെ, വൈഫാണെങ്കിൽ പോലും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയും. ഓപ്പറേഷൻ സക്സസ് ആണ് പറയും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാവും. എങ്കിലും പോസ്റ്റ് സർജിക്കൽ റൂമിലേക്ക് മാറ്റിയാൽ മാത്രമേ എല്ലാവർക്കും കാണാൻ സാധിക്കുള്ളൂ, അതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറയും. അപ്പോൾ അരുൺ അവിടെ നിൽക്കണ്ടാവും. അരുൺ നന്ദയോട് പറയും, നന്ദ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, ഇപ്പം നന്ദയ്ക്കെന്നല്ല ആർക്കും കാണാൻ പറ്റില്ല, ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞാലേ കാണാൻ പറ്റൂ. അപ്പോൾ നന്ദയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എന്നിട്ട് നന്ദയോട് പറയും, അരുൺ പറയും, നീ പോയിട്ട് രാവിലെ വാ, ഞാൻ നിന്നെ കാണിക്കാമെന്ന് പറയും. അപ്പം അച്ഛൻ പറയും, ഓ നീ കാണിക്കോടാ, ഗൗതത്തിനെ നീ കാണിച്ചു കൊടുക്കുമെന്ന്, അതിനെങ്ങാനും നീ മുതിർന്ന നിന്നെ വലിച്ചു കയറി ഞാൻ ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കുമെന്ന് പറയും. അപ്പോൾ അരുൺ ചോദിക്കും, വലിയച്ഛൻ എന്താ ഈ പറയുന്നേ പറയും. ഇത് കേൾക്കുന്ന നന്ദ പറയും, വേണ്ട, ആരും കാണിക്കണ്ട, ഞാൻ ഇവിടെ കാത്തിരുന്നോളാം, ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ, എൻ്റെ ഗൗതം സാറിനെ ഞാൻ കാണുക തന്നെ ചെയ്യും പറയും. അപ്പോൾ പിങ്കി പറയും, നീ കാണില്ലേ നന്ദ, നിന്നെ കാണിക്കില്ല, അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വാശിയാണെന്ന് പറയും. അപ്പോൾ നന്ദ പറയും, ഇത് കുടുംബക്കാര്യമല്ല, എൻ്റെ താലി കെട്ടി എൻ്റെ പുരുഷനെ കാണണമെന്നുള്ള എൻ്റെ വാശിയാണ്. അപ്പോൾ പിങ്കി പറയും, നിന്നെ പുറത്താക്കിയതേ നിൻ്റെ താലി കെട്ടിയ നിൻ്റെ പുരുഷൻ തന്നെയാണ്, അവനിഷ്ടമല്ലാത്തടത്തോളം കാലം നീ കാണില്ല പറയും. അപ്പോൾ നന്ദ പറയും, അത് പറയേണ്ടത് ഗൗതം സാറല്ലേ, നീയല്ലല്ലോ പറയും. അപ്പോൾ അത് കേൾക്കുന്ന പിങ്കിക്ക് ദേഷ്യം വരും. എന്നിട്ട് നന്ദ പറയും, എന്നെ കാണണ്ട എന്ന് ഗൗതം സാർ പറയുകയാണെങ്കിൽ അപ്പം ഞാൻ അനുസരിക്കാം, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, എന്നെ കാണണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല, ജീവിതത്തിലും ഒരിക്കലും ഞാൻ വരില്ല പറയും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് ഹാപ്പി ആവും. എന്നിട്ട് നന്ദ പോകുന്നു. നന്ദ പോകുമ്പോൾ അച്ഛൻ വിളിക്കും, ഒന്ന് നിന്നെ, വന്നത് വന്നു, ഇനി എങ്ങാനും ഇതിൻ്റെ പേരിൽ നിന്നെ ഇവിടെ കണ്ടു പോവരുത് പറയും. അപ്പം നന്ദ പറയും, അങ്ങനെ ഗൗതം സാർ പറഞ്ഞാലും ആരെതിർത്താലും ഞാൻ ഇവിടെ വരും, വന്ന് എൻ്റെ സാറിനെ കണ്ടിരിക്കും പറയും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്